എൻ്റെ കുഞ്ഞുനാളിലൊക്കെ സദ്യയും അതുപോലെ അരിപ്പായസമൊക്കെയാണ് കേട്ടോ കൂടുതൽ ഉണ്ടാക്കാറ്. ഞങ്ങളുടെ അപ്പുറം ഇപ്പുറം ഉള്ള വീടുകളിലായാലും ബർത്ത്ഡേക്ക് വിളിച്ചു കഴിഞ്ഞാൽ കേക്ക് കട്ടിംഗ് ഒന്നും ഇല്ല കേട്ടോ. ആ കാലത്തൊക്കെ എല്ലാവരും ഇതുപോലെ അരിപ്പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇല ഇങ്ങനെ കീറിയിട്ടാണ് നമുക്ക് തരുന്നത്. ആ ഇല കീറിയിട്ട് അതിൽ നമുക്ക് പായസം, ചൂട് പായസം ഒഴിച്ച് തരുമ്പോൾ ആ ഇലയുടെ കളറൊക്കെ മാറി ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ ഈ അരിപ്പായസം എന്ന് പറയുന്നത് ഞാൻ ഇന്ന് പുട്ടിൻ്റെ പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം നമുക്ക് 2 തരത്തിലോ അല്ലെങ്കിൽ 3 തരത്തിലൊക്കെ വെക്കുന്ന ആൾക്കാരുണ്ട്. ചിലവർ അരി പൊടിച്ചിട്ട് വെക്കും, ചിലവർ അരി മുഴുവനായിട്ട് പൊടിക്കാതെ വെക്കും, പിന്നെ തേങ്ങാ പാലൊഴിച്ചിട്ട് വെക്കും, തേങ്ങാ പാലൊഴിക്കാതെ വെക്കും, പിന്നെ നമ്മുടെ കുത്തി അരീനെ കൊണ്ട് വെക്കും. അപ്പോൾ അതൊക്കെ ഒരു കാലം കേട്ടോ, അതൊന്നും എനിക്ക് കിട്ടാൻ പോകുന്നില്ല. ഭയങ്കര നഷ്ടബോധമാണ് കേട്ടോ. ഉച്ചയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് കേട്ടോ ഈ ഒരു പായസം ഉണ്ടാക്കാമെന്ന് എനിക്ക് തോന്നിയത്. പിന്നെ കുഞ്ഞൂസ് വരുമ്പോഴേക്കും അവനും ആയല്ലോ. പിന്നെ പായസം ഇവിടെ പിള്ളേർക്കായാലും ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനത്തെ പായസം വെച്ച് കൊടുത്താലും രണ്ടുപേരും കഴിക്കും. അപ്പോൾ കുറച്ച് ശർക്കരയുടെയൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ ഹെൽത്തി ആണല്ലോ. പിന്നെ ഇവിടുത്തെ ശർക്കര തീരെ കൊള്ളത്തില്ലേ. അപ്പം നാട്ടിൽ നിന്ന് ഇപ്രാവശ്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മറന്നുപോയി. കാരണം കുറച്ച് വെയിറ്റൊക്കെ ആയതുകൊണ്ട് അങ്ങനെ വിട്ടുപോയതാണേ. അപ്പം നമ്മൾ കുറച്ച് ശർക്കര അധികം എടുത്ത് മധുരത്തിന്, പിന്നെ മധുരം ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കും. പിന്നെ അതിൻ്റെ കൂടെ തേങ്ങാപ്പാൽ ഒഴിക്കുന്നതായിരിക്കും ഉത്തമം. ഞാൻ പിന്നെ നമുക്ക് അല്ലെങ്കിൽ തന്നെ തേങ്ങയ്ക്ക് ഇവിടെ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് തേങ്ങ ചിരകിയിട്ടു. പിന്നെ 3-4 ഏലക്കായും കൂടെ പൊടിച്ചിട്ടിട്ട് കൈ വിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കട്ടയിട്ട്. അങ്ങനെ അതൊന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് നെയ്യ് തൂക്കി കൊടുക്കാം. പിന്നെ ഞാൻ ചേർത്തതെന്ന് വെച്ചാൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും ഇവിടെ ഭരണി കൊണ്ടുവന്നുടനെ കാലിയാവും. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എടുക്കാൻ നോക്കുമ്പോഴേക്കും അതൊന്നും കാണത്തില്ല. അപ്പോൾ അതിന് പകരമായിട്ട് ആരും കഴിക്കാത്തൊരു കപ്പലണ്ടി എടുത്തിട്ടപ്പോഴേക്കും പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ മെമ്മറീസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അപ്പോൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് പായസം ഉണ്ടാക്കി നോക്കണം കേട്ടോ.